ആഭ്യന്തര ചേരിപ്പോരുകൾക്കിടെ ബി.ജെ.പി. നേതൃയോഗം കൊച്ചിയിൽ നടന്നു. എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തില്ല. അതേസമയം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി ബി.ജെ.പിയിലെ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാനായിരുന്നു കെ. സുരേന്ദ്രന്റെ ശ്രമം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെതിരെ രാജി ആവശ്യം ഉയരുന്നതിനിടയിലാണ് പാർട്ടിയുടെ നിർണായക നേതൃയോഗം കൊച്ചിയിൽ നടന്നത്. എം.ടി. രമേശും കൃഷ്ണദാസും ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കെ. സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള തർക്കങ്ങളും തുടരുകയാണ്. ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സ്ഥാനത്തു നിന്നും നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം യോഗത്തിൽ ഉയർത്തുകയും ചെയ്തു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളില്ല എന്നുമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ വാദം. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിരുന്നു സുരേന്ദ്രന്റെ ശ്രമം. അല്ല, പാലക്കാടും ചേലക്കരയും വയനാടും ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ ഉള്ളൂ. അതിനുമുമ്പ് എങ്ങനെ പറയാൻ പറ്റും? ഞാനിപ്പോൾ നേതൃമാറ്റം ഞാൻ വൈകുന്നേരം തെറിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? നിങ്ങൾ പിതൃശൂന്യമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ട് എന്നോട് നിങ്ങൾ മറുപടി ചോദിക്കരുത്. എത്ര കാലമായി നിങ്ങൾ ഈ പ്രവൃത്തി? അല്ല, ഞാൻ അറിയാത്തോണ്ട് ഇത്രയും പച്ചക്കള്ളങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്ന ഒരു നാണവുമില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സംഘടനയെ നോക്കാനല്ലേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ജോലിയല്ലേ? ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഡിസംബർ അവസാനത്തോടെ ബി.ജെ.പിയുടെ മണ്ഡലം തല പുനഃസംഘടന പൂർത്തിയാകും. ഡിസംബർ 7, 8 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർമാർക്കൊപ്പം പി. രഘുനാഥ്, നാരായണൻ നമ്പൂതിരി, ഹരിദാസൻ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കൊച്ചിയിലെ യോഗത്തിലും ഉയർന്നതായാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.